സോ എന്താണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് നമുക്ക് നോക്കാം. ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റേഞ്ച് എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരാം, ഒന്നും പാടെ പറഞ്ഞു തരാം. ഒരു ഹയർ ഹൈ, ഒരു ഹയർ ലോ, ഒരു ഹയർ ഹൈ. അങ്ങനെയാണെങ്കിൽ ഹയർ ലോ മുതൽ ഹയർ ഹൈ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ബെയറിഷ് ട്രെൻഡിലാണെങ്കിലോ ഒരു ലോ, ഒരു ഹൈ, ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, ഒരു ലോവർ ഹൈ, വീണ്ടും ഒരു ലോവർ ലോ. അങ്ങനെയാണെങ്കിൽ ഈ ലോവർ ഹൈ മുതൽ ലോവർ ലോ വരെയാണ് അടുത്ത റേഞ്ച് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാൻ തന്നെ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് ഇവിടെ ഹൈ, ഇത് ഇത് ഹൈ, ഇത് ലോ, വീണ്ടും ഒരു ഹയർ ലോ, ഈ ഹയർ ഹൈ. ഈ ഹയർ ലോ മുതൽ ഈ ഹയർ ഹൈ വരുന്ന ഈ റേഞ്ചിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് നോക്കിയാലോ, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വരുന്നത് FEG, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതേപോലെ ഓർഡർ ബ്ലോക്ക്. ഇങ്ങനെ രണ്ട് തരം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് നമ്മളെ കൊണ്ട് ഉള്ളത്. സോ എന്താണ് സാറേ FEGയും, എന്താണ് സാറേ ഓർഡർ ബ്ലോക്കും? ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. സോ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ വരുന്നതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അഥവാ FEG എന്ന് പറയുന്നത്. FEG എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. അതിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെയും ലാസ്റ്റ് ക്യാൻഡിലിന്റെയും വിക്ക് തമ്മിൽ ക്ലോസ് ആവില്ല. വിക്ക് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സിമ്പിളായി കാണാൻ ഒരു ബുള്ളിഷ് എക്സാമ്പിളും ബെയറിഷ് എക്സാമ്പിളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചാർട്ടിൽ നിങ്ങൾക്ക് കാണിത്തരാം. എന്താണ് മാർക്കറ്റിൽ പറയേണ്ടത്? മാർക്കറ്റ് ഒറ്റയടിക്ക് ബുള്ളിഷ് കയറിപ്പോയപ്പോൾ കുറേ അധികം ഓർഡേഴ്സ് ഇവിടെ തന്നെ പെൻഡിങ് ആയി കടന്നു. അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് ഫോം ചെയ്തത്. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിലേക്ക് വരികയാണെങ്കിൽ ഇതിലുള്ള ഓർഡേഴ്സ് എല്ലാം എക്സിക്യൂട്ട് ആവുകയും മാർക്കറ്റ് അത്രയും വേഗത്തിൽ കയറിപ്പോവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ FEG നമ്മൾ എൻട്രി കൺസെപ്റ്റിന് ആവശ്യമാണ് എന്ന് പറയുന്നത്. സോ FEG കൃത്യമായിട്ട് തന്നെ നിങ്ങൾ കേൾക്കുക. FEG എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. അതൊരു 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വിക്കും ലാസ്റ്റ് വിക്കും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ബെയറിഷിലേക്ക് നോക്കൂ. ബെയറിഷിലേക്ക് ഫസ്റ്റ് വിക്കിന്റെ ലോയും ലാസ്റ്റ് വിക്കിന്റെ ഹൈയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ കാണിത്തരാം. ഇത് GBP USDന്റെ ചാർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് എന്താണ്? ഇത് ഫസ്റ്റ് ക്യാൻഡില്. ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിത്തരാം. ഇത് ഫസ്റ്റ് ക്യാൻഡില്. ഈ രണ്ടാമത്തെ ക്യാൻഡിൽ കണ്ടോ? ഇത് രണ്ടാമത്തെ ക്യാൻഡില്. ഇതിന്റെ തൊട്ട് മുമ്പ് ഫോം ചെയ്ത ഈ ക്യാൻഡിൽ കണ്ടോ? ഇത് മൂന്നാമത്തെ ക്യാൻഡില്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? ഈ ഒരു ഗ്യാപ്പ് കണ്ടോ? ഈ ഒരു ഗ്യാപ്പ് കണ്ടോ? ഈ ഒരു ഗ്യാപ്പിലേക്ക് തട്ടിയിട്ടല്ലേ മാർക്കറ്റ് പിന്നെ മൂവ് ചെയ്തത്. അതായത് ഈ ഒരു മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിലും ലാസ്റ്റ് ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് ഫോം ചെയ്തു. ആ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് വീണ്ടും ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്തത്. ഇത്രയേ ഉള്ളൂ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ടേംസ് എല്ലാം ഫെമിലിയർ ആവുക, എന്നിട്ട് അടിപൊളിയായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എനിക്കറിയാം. ഇതാക്കണം ഇവിടെ വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാക്കണേ, ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലാണ് ഇത് എന്ന് പറയുന്നത്, ഈ ബ്ലാക്ക് ക്യാൻഡിൽ. ഈ ഗ്രീൻ ക്യാൻഡിലാണ് സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ക്യാൻഡിലാണ് തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടോ? ഈ ഗ്യാപ്പ് കണ്ടോ? മാർക്കറ്റ് എവിടെ നിന്നാണ് കയറിപ്പോയത്? ഈ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് കയറിപ്പോയത്. ഇത്രേ ഉള്ളൂ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ PPTയിലേക്ക് പോകാം. സോ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. സോ എന്താണ് സാറേ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു തരാം. എ സോൺ വേർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈസിലെ ലാർജ് ഓർഡേഴ്സ് കോസിങ് എ പ്രൈസ് റിവേഴ്സൽ ഓർ സ്ട്രോങ് മൂവ്സ്. ഞാൻ ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ഞാനൊരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലാണ്. നിങ്ങൾ കരുതി വെക്കുക. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വരുന്നു. സോണിൽ നിന്ന് നല്ലൊരു മൊമെന്റം തന്നെ ബുള്ളിഷിലേക്ക് പോകുന്നു. നല്ലൊരു മൊമെന്റം ബുള്ളിഷിലേക്ക് പോയപ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ഈ ഒരു
മൊമെന്റം ഫോം ചെയ്തപ്പോൾ എന്ത് ഫോം ചെയ്യും എന്നാണ് പറഞ്ഞത്? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യും എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തല്ലോ. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഈ ഒരു ലാർജ് ബുള്ളിഷ് മൊമെന്റം ഏത് കളറിലാണ് ഫോം ചെയ്യുക? ഗ്രീൻ കളറിലാണ് ഫോം ചെയ്യുക. അതിന്റെ തൊട്ട് മുമ്പ് ഫോം ചെയ്ത ബ്ലാക്ക് ക്യാൻഡില് അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡില്, ബ്ലാക്ക് അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡില്, ഗ്രീനും റെഡും ആണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് ഫോം ചെയ്ത റെഡ് ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഓർഡർ ബ്ലോക്ക് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഥ കേട്ട ശ്രദ്ധിച്ച ആൾക്ക് മനസ്സിലാകും. ഇവിടെ എഫിഷ്യന്റ് ആയ സെല്ലേഴ്സിനെ കിട്ടിയവർ പെട്ടെന്ന് തന്നെ പോകും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അവർക്ക് 10 ലക്ഷം ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു. എന്നാൽ അവർക്ക് ഇവിടെ 10 ലക്ഷം ബൈ ഓർഡേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷേ അവർക്ക് ലഭിച്ചത് 8 ലക്ഷം ഓർഡേഴ്സേ അവിടെ എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ എങ്കിൽ ബാക്കി വരുന്ന 2 ലക്ഷം ഓർഡേഴ്സ് എവിടെ തന്നെ ഉണ്ട്? ഈ ഒരു ലെവലിൽ തന്നെ ഉണ്ട്. 10 ലക്ഷം ഓർഡേഴ്സ് ഇവിടെ ആദ്യം വെച്ചു, പക്ഷേ 8 ലക്ഷം സെല്ലേഴ്സിനെ അവർക്കുള്ളൂ എങ്കിൽ 8 ലക്ഷം വെച്ച് മാർക്കറ്റ് പോകും. ബാക്കി വരുന്ന 2 ലക്ഷം ഓർഡേഴ്സ് ഇവിടെ തന്നെ പെൻഡിങ് ആയി കിടക്കും. അതാണ് പെൻഡിങ് ഓർഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വീണ്ടും പ്രൈസ് ആ 2 ലക്ഷം ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി പതുക്കെ വരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് തട്ടിയാൽ ഈ ഒരു 2 ലക്ഷം ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവുന്നു. മാർക്കറ്റ് അതിവേഗത്തിൽ തന്നെ ബുള്ളിഷിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഓർഡർ ബ്ലോക്കിന്റെ ബാക്കിൽ നടക്കുന്നത്. സോ എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് ചാർട്ടിൽ ഐഡന്റിഫൈ ചെയ്യുക എന്ന് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു ഇമാജിനായി കണ്ട് ഒരു ചിത്രം വരച്ചു തരാം. ഇത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. മാർക്കറ്റ് ബെയറിഷിലേക്ക് പോന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് എന്ത് ഫോം ചെയ്തത്? മൊമെന്റം ഫോം ചെയ്തത്. നല്ല രീതിയിൽ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഫോം ചെയ്തതിന് ശേഷം ബുള്ളിഷിലേക്ക് പോയി. ഇവിടെ എന്ത് ഫോം ചെയ്തു? ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഫോം ചെയ്തു. അത്രയും മൊമെന്റം ക്രിയേറ്റ് ചെയ്ത് ബുള്ളിഷിലേക്ക് പോയി. അതിൻ്റെ തൊട്ട് മുമ്പ് ഈ ബുള്ളിഷിലേക്ക് മൊമെന്റം തന്നല്ലോ, അതിൻ്റെ തൊട്ട് മുമ്പ് ഫോം ചെയ്ത ബെയറിഷ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണല്ലോ. ഈ ഒരു ക്യാൻഡിലിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഓർഡർ ബ്ലോക്കിനെ ഐഡന്റിഫൈ ചെയ്യുക. സോ നേരെ നമുക്ക് ചാർട്ടിലേക്ക് പോയി തന്നെ നോക്കാം. ചാർട്ടിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറേ അധികം ഓർഡർ ബ്ലോക്കിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാനിതാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിനെ കാണിത്തരാം. ഈ ഒരു മൊമെന്റം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ. ഈ ഒരു ഇത്രയും വലിയ ഒരു മൊമെന്റം ഫോം ചെയ്ത തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ ഏതാണ്? ഈ ഒരു ക്യാൻഡിലാണ് ആണല്ലോ. ഈ ഒരു ക്യാൻഡിലാണ് തൊട്ട് മുമ്പ് ഫോം ചെയ്ത ഇതൊരു ബെയറിഷ് മൊമെന്റത്തിന് തൊട്ട് മുമ്പ് ഫോം ചെയ്ത ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൊമെന്റം, ഇത്രയും വലിയ ഒരു മൊമെന്റം തന്നത് എവിടെ ടാപ്പ് ചെയ്തിട്ടാ? ഈ ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തിട്ടാണ്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ തന്നെ ബെയറിഷ് പോകുന്നു. പക്ഷെ കുറേ അധികം പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഈ ഒരു പെൻഡിങ് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ചു വരുന്നു. ഈ ഓർഡർ ബ്ലോക്കിലേക്ക് തട്ടിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ബെയറിഷിലേക്ക് പോകുന്നു. ഇതാണ് എന്ത്? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഓർഡർ ബ്ലോക്ക് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. സോ നമുക്ക് നേരെ PPT പോകാം. ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ FEG എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയുമാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ്? നിങ്ങൾ മറന്നോ? ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? നമ്മൾ വരച്ച ചിത്രം എവിടെ? ഓക്കെ, ഞാൻ വരച്ചുതരാം. ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഒരു ഹൈ, ഒരു ലോ, ഒരു ഹയർ ലോ, ഒരു ഹയർ ഹൈ. ഈ ഒരു ഹയർ ഹൈ മുതൽ ഈ ഒരു ഹയർ ലോ മുതൽ ഹയർ ഹൈ വരെയാണല്ലോ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചിന്റെ
ഉള്ളിലുള്ള ലിക്വിഡിറ്റീസ് ആണല്ലോ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി? ഇനി നിങ്ങൾ പറയും, അതെ, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പും അതേപോലെ റേഞ്ചിന്റെ ഉള്ളിലുള്ള ഓർഡർ ബ്ലോക്കിനെയുമാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് മൂവ് ഫ്രം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടേക്ക് വരും. ഈ ഒരു FVGയിലോട്ടേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലിലേക്കോ വരും. അതിന് ശേഷം എന്ത് ചെയ്യും? പ്രൈസ് മൂവ് ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അതെ, പ്രൈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടേക്ക് പോകും. ഇനി എന്താ പ്രൈസ് ചെയ്യുക? അതെ, വീണ്ടും ഒരു റേഞ്ച് ഫോം ചെയ്തു, ഒരു ഹയർ ലോ ഫോം ചെയ്തു, ഒരു ഹയർ ഹൈ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇതൊരു പുതിയ റേഞ്ചാണ്. ഈ റേഞ്ചിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇത് FVG ആണെന്ന് കൂട്ടിക്കോളിയും, ഇത് ഓർഡർ ബ്ലോക്ക് ആണെന്ന് കൂട്ടിക്കോളി. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് തന്നെ വരുന്നു. പിന്നീട് തന്നെ നല്ല ബുള്ളിഷ് ആയി തന്നെ ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നു. ഇനി എങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കൂ. ഒരു ലോ ഫോം ചെയ്തു, ഒരു ഹൈ ഫോം ചെയ്തു, ഒരു ഹയർ ലോ ഫോം ചെയ്തു, ഒരു ഹയർ ഹൈ ഫോം ചെയ്തു, വീണ്ടും ഒരു ഹയർ ലോ, വീണ്ടും ഹയർ ഹൈ, വീണ്ടും ഹയർ ലോ, വീണ്ടും ഹയർ ഹൈ. ഇങ്ങനെ പ്രൈസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പ്രൈസ് മൂവ് ഫ്രം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇന്റേണൽ റേഞ്ച് liquidity to external range liquidity. പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്നും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടേക്കും, അതേപോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്നും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടേക്കുമാണ്. അതായത് പ്രൈസ് ഇതാ വീണ്ടും ഒരു റേഞ്ച് ഫോം ചെയ്തു. ഈ റേഞ്ച് ഫോം ചെയ്ത് ഉള്ളിലുള്ള ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരുന്നു. അതെ, ഇനി എങ്ങോട്ടാ പോവുക? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വീണ്ടും ഒരു FVGയിലോട്ടൊക്കെ ഓർഡർ ബ്ലോക്കിലോട്ടൊക്കെ വരും, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും, വീണ്ടും ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിളും പാടെ കാട്ടിത്തരാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഇവിടെ ഇതാക്കണേ, ഇവിടെ ഒരു ഇവിടെ എവിടെ പോയി ഇതാക്കണേ, നോക്കൂ, ഇതൊരു ഹൈ, ഇതൊരു ലോ, ഒരു ഹയർ ഹൈ, വീണ്ടും ഒരു ഹയർ ലോ ഫോം ചെയ്തു. ഇനി എങ്ങോട്ടേക്കാ പോകേണ്ടത്? ഒരു ഹയർ ഹൈയിലോട്ടേക്കാണ് പോകേണ്ടത്. മാർക്കറ്റ് ഒരു ഹയർ ഹൈയിലോട്ടേക്ക് പോയോ? ഒരു ഹയർ ഹൈയിലോട്ടേക്ക് പോയി. എങ്ങോട്ടാണ് പോയത്? ഇനിയാണ് ചോദ്യം വരിക, എങ്ങോട്ടേക്കാണ് പോയത് മാർക്കറ്റ് ഈ ഒരു FVGയിലോട്ടേക്കാണ് മാർക്കറ്റ് പോയത്. മാർക്കറ്റ് ആ ഒരു FVG എടുത്തോ? ആ ഒരു FVG എടുത്തു. എന്നിട്ട് എങ്ങോട്ടാ പോയത്? എന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങോട്ടേക്കാ പോകേണ്ടത്? ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഹയർ ഹൈ എവിടെ ക്രിയേറ്റ് ചെയ്യുക? ഇതൊരു റേഞ്ച് ആണല്ലോ, ഒരു ലോവർ ഹൈ മുതൽ ലോവർ ലോ വരെ ഒരു റേഞ്ച് ആണല്ലോ. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ FVG ഉണ്ടോ? ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ FVG ഉണ്ടോ? അതെ, ഇവിടെ ഒരു FVG ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഹയർ ഹൈ ഫോം ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും? ഒരു ഹയർ ലോ ഫോം ചെയ്യും. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. ഇങ്ങനെയാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുക, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്നും ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടേക്കും, അതേപോലെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലോട്ടും. ലിക്വിഡിറ്റി എന്ന ഒരു വലിയ ഭീമാകരനായ ടോപ്പിക്കിനെ നമ്മൾ ഒരു കഥ പോലെ ചുരുക്കി എന്നാൽ കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ മാർക്കറ്റിൽ പോയി ആപ്ലിക്കബിൾ ആയി നോക്കുക. നമ്മളുടെ ന്യൂയോർക്ക് സെഷൻ എടുക്കുക. ന്യൂയോർക്ക് സെഷൻ എടുത്തതിന് ശേഷം അവിടെ FVG ഫോം ചെയ്ത് നോക്കുക. ആ FVG ഫോം ചെയ്യുന്നതിന് അവിടുന്ന് റിയാക്ഷൻ വരുന്നുണ്ടോ നോക്കുക. ആ റിയാക്ഷനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഡിവൈസിൽ ചെയ്യേണ്ടതാണ്. സോ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ്.